പാലാരിവട്ട സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു. അവർ ശരിക്കും ഞങ്ങളെ കളിയാക്കി വിടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പോലീസുകാർ. നിങ്ങൾ പറയുന്നത് എന്ത് സത്യമുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കും? കണ്ട കണ്ണുകളോട് പോലും ദേഷ്യം വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ ഈ അടുത്തും കൂടെ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരടുത്തും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ഒക്കെ ബ്ലറായിട്ട് 20 ചാനലുകാർ ലൈവ് ഇതൊക്കെ വെച്ചിട്ട് പോഡ്കാസ്റ്റിംഗ്. അന്ന ജോൺസൺ ജീവിക്കുന്ന അത്രയും കാലം അന്ന ജോൺസണെതിരെ അലിഗേഷൻസ് ഉണ്ടാകാം. ഒരു വിസ തട്ടിപ്പുകാരി എന്നൊരു പേരിലായിരുന്നു ആദ്യം. രാത്രിയാകുമ്പോഴും ചേച്ചി ഒന്ന് പ്രതികരിക്കൂ. മനുഷ്യ കോടതികൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ക്രൈം നടക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോകുന്നവരല്ലല്ലോ. ഇവിടെ ഒരു ഇരട്ട നീതി നടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഈ ഇലക്ഷൻ സമയത്ത് വന്ന മാനനഷ്ടത്തിന്, എൻ്റെ മാനത്തിന് ഞാൻ പറയുന്ന വില ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും. ഈ പ്രസ് മീറ്റ് പോലും ഇന്നും പുറത്ത് വന്നിട്ടില്ല. എനിക്ക് ഇവിടുന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയില്ല എന്ന കാര്യമുണ്ട്. ദിലീപിനേക്കാൾ എത്രയോ കോടി ഇരട്ടി ആസ്തിയുള്ള ആളുടെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ മോഡൽസിൻ്റെ മരണം അതിലൊരു സാക്ഷിയാണ് ഞാൻ പറഞ്ഞപ്പോൾ റിയാക്ട് ചെയ്യുന്നത് കണ്ടന്റിന് വേണ്ടി മാത്രമാണ്. ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. എന്ത് പറഞ്ഞാലും അവിടെ സിദ്ധാർത്ഥിനെ എടുത്തിട്ട് എന്നെ അന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കോടതിക്ക് വരണ്ട, എനിക്ക് പോകാനുള്ള ചെലവിൻ്റെ പൈസ നിങ്ങൾ എനിക്ക് തരണ്ട, ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട. ഒരു വാർത്ത ഇടാനും ഇടാതിരിക്കാനും ഒരു റവന്യൂ കിട്ടുന്നുണ്ട് എന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫെയിം സ്റ്റെപ്സിന് മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഏത് സത്യവും ആട് മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ കെൽപ്പുള്ള ഒരു ധീര വനിത എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരാളാണ് അന്ന ഗ്രേസ്. സ്വാഗതം. താങ്ക് യു. അപ്പം ശരിക്കും ആദ്യമൊക്കെ ഒരു കേസ് കണ്ടപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ മലയാളികൾക്ക് ഒരു ദേഷ്യം ചെറുതായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്ന തന്നെ പറയുന്നുണ്ടായിരുന്നു, അന്നയുടെ ഇമോഷൻസ് കാണുമ്പോൾ, ചേച്ചിയുടെ ഇമോഷൻസ് കാണുമ്പോൾ ഒരു സത്യസന്ധത ഉണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. ഇപ്പോൾ വധഭീഷണി അല്ലെങ്കിൽ തന്നെ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, വധഭീഷണി വരെ വരുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് അന്ന ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം? ആക്ച്വലി ഇത് വൺ വേർഡ് പറയുകയാണെങ്കിൽ എല്ലാവരും, അതായത് കേൾക്കാൻ കുറേയുള്ള ആളുകൾ പറയുന്നത് ഇരവാദം എന്നുള്ളതാണ്. കാരണം ഇവർക്ക് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്, അതിൻ്റെ ബാക്കിൽ നടന്ന സംഭവങ്ങളെ പറ്റി അറിയില്ല. ഞാൻ ഒരു സാധാ വീട്ടമ്മയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 6 പേരാണ്, 6 മക്കൾ, അച്ഛൻ, അമ്മ. അവർ ഇൻ്റർകാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഫാമിലി സപ്പോർട്ട് ഒന്നും ആയിരുന്നില്ല. ഒരു അണുകുടുംബമായിട്ട് ജീവിച്ചു വന്നതാണ്. പക്ഷേ അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അച്ഛനുമാണെങ്കിലും അമ്മയാണെങ്കിലും. അമ്മ മഹാരാജാസ് കോളേജിലൊക്കെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബോർഡ്നെസ് എൻ്റെ അമ്മയ്ക്കുണ്ട്. എൻ്റെ ശരിക്കും പറഞ്ഞുള്ള ജേർണി തുടങ്ങുന്നത് ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒന്നുമല്ല. എല്ലാവരും വിചാരിക്കും ഈ കോവിഡ് ടൈമിൽ എല്ലാവരെയും പോലെ ഒരു സോഷ്യൽ മീഡിയ പേജ് തുടങ്ങി അതിന് റീച്ച് കൂട്ടാൻ വേണ്ടി എടുക്കുന്ന ഓരോരോ കണ്ടൻറ്റുകളുണ്ടല്ലോ. പക്ഷേ ആയിരിക്കാം കാണുന്ന ആളുകൾക്ക്. പക്ഷേ അതിൻ്റെയും കുറേ ബാക്കിലോട്ട് എടുത്ത് പറയുകയാണെങ്കിൽ 6 മക്കൾ 2ാമത്തെ ആളാണ് ഞാൻ. അപ്പം ഞാൻ ജനിച്ച സമയത്തൊക്കെ ഫാമിലിയിൽ ഭയങ്കര റിച്ചാണ്. കാരണം അച്ഛൻ നല്ല റിച്ചായിരുന്നു. പിന്നെ കുറേ ബിസിനസ്സൊക്കെ നടത്തി, അതിന് പൊളിഞ്ഞു. പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യലി, അതായത് ഒരു പട്ടിണി കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ എന്നുള്ളതിൽ അമ്മയും അച്ഛനും വീടുകൾ തോറും ട്യൂഷൻ എടുത്ത് അങ്ങനെയാണ് പിന്നീട് ഞങ്ങൾ വളർന്നു വന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫാമിലിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമെ അമ്മയുടെ വീട്ടുകാരായിട്ടോ അച്ഛൻ്റെ വീട്ടുകാരായിട്ടോ അങ്ങനെയുള്ള സപ്പോർട്ടൊന്നും ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ അത് നമ്മൾ തന്നെ സോൾവ് ചെയ്തുകൊണ്ടിരുന്നൊരു സമയമായിരുന്നു. പിന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് അപ്പോഴാണ് പിന്നീട് വേറെ കുടുംബങ്ങളിലേക്ക് വന്നതും. പിന്നെ അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം കഴിയുന്നത്, ഞാൻ കല്യാണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറയുക, ഭക്ഷണത്തിന് പോലും നമ്മൾ ബുദ്ധിമുട്ടിയിരുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ ഒരു 18ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആക്ച്വലി മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയും എന്താ പറയുക, കാണുന്നവർക്ക് ഗാലറിയിൽ നിന്ന് കളി കാണുന്നവർക്ക് ഭയങ്കര ഈസിയാണ്, എന്ത് കാര്യങ്ങളും നമ്മൾ അടിച്ചേൽപ്പിക്കാനൊക്കെ ഈസിയാണ്. പക്ഷെ അന്ന് തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു കാര്യത്തിൽ, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൊരു സത്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അന്ന് തൊട്ടേ എനിക്ക് ആരുടെ മുമ്പിലും പറയാൻ എനിക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അതാണ് ഞാനിപ്പോൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ആ ഒരു പാതയാണ് ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അന്നേനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ അന്നേനെ ആൾക്കാർ അറിയുന്നത് ഒരു വിസ തട്ടിപ്പുകാരി എന്നൊരു പേരിലായിരുന്നു ആദ്യം. അതിനുശേഷമാണ് അന്ന നമ്പർ 18 എന്ന് പറഞ്ഞ ഹോട്ടലിനെ കുറിച്ചിട്ടും പല സത്യങ്ങളും വിളിച്ച് പറയാൻ തുടങ്ങുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു ഇതിലേക്ക് എത്തുന്നത്? ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ വിസ തട്ടിപ്പാണ് ഫസ്റ്റ് വരുന്നതെങ്കിലും മാറ്റർ അതല്ല. 2021 ഞാൻ ഈ നമ്പർ 18 ഹോട്ടലിൽ ആദ്യം പോകുന്നതും. അന്ന് മുതലേ, അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ഒക്കെ ബ്ലറായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലാറ്റിൽ തന്നെ
ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും 10-20 ചാനലുകാർ ലൈവ് ഇതൊക്കെ വെച്ചിട്ട് പോഡ്കാസ്റ്റിങ്ങും അതൊക്കെ വെച്ചിട്ടായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അന്ന് പക്ഷേ ഈ കേസിൻ്റെ ഗൗരവകരമായ കേസായതുകൊണ്ടും എനിക്ക് ഭീഷണി ഉണ്ടാവണ്ട എന്ന് ഓർത്തിട്ടുമായിരിക്കാം. കാരണം ഓപ്പോസിറ്റുള്ള ആളുകൾ അത്ര സില്ലി ആയിട്ടുള്ള ആളുകളല്ല. നമുക്കറിയാലോ മാഫിയ എന്ന് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയുണ്ടല്ലോ. അപ്പോൾ ഫുൾ ചാനലുകാരായിരുന്നു എൻ്റെ വീട്ടിൽ. എനിക്ക് രാത്രി പോലും എനിക്ക് സമാധാനം തരില്ല. എൻ്റെ എന്താ പറയുക, രാത്രിയാകുമ്പോഴും ചേച്ചി ഒന്ന് പ്രതികരിക്കുന്നു ചാനലുകാർ മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ മുഖം ബ്ലർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ആ ഒരു 2021 കാര്യം ആർക്കും അറിയില്ല. അത് ഈ 2024 ഫെബ്രുവരി മുതലാണ് ഈ വിസ തട്ടിപ്പ് 2025 ഫെബ്രുവരി തൊട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒരു ഫെയിമായി തുടങ്ങിയത്. എന്ത് വിസ തട്ടിപ്പ് എന്നുള്ള പേരിൽ ആളുകൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ അതിന് പിന്നിലുള്ള സ്റ്റോറി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ വിസ തട്ടിപ്പ് എന്നുള്ളത് പോലും ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴും നമുക്കറിയാവുന്ന ഒരു സ്റ്റോറി നമ്പർ 18 ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നു എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്ന സത്യങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്ത് തെളിവ്, ഇത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തെളിവ് നമ്മൾക്കില്ല. മലയാളി പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്കില്ല. എന്ത് തെളിവായിരിക്കും അന്നയ്ക്ക് അത് കൊടുക്കാൻ പറ്റുന്നത്? അന്ന് തൊട്ട് ചാനലുകാരാണെങ്കിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്, നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് ഞങ്ങൾക്ക് തരും. ഞാൻ ചോദിക്കട്ടെ, ആരുടെ കയ്യിൽ ഒരാളുടെ തെളിവ് തന്നതുകൊണ്ട് കോടതിക്ക് ആണ് നമ്മൾ തെളിവ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ കുറേ എന്താ പറയുക മനുഷ്യ കോടതികൾ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ ഒരു മോഷണ കേസോ അങ്ങനെയുള്ളൊരു സംഭവമല്ല. കുറേ കുട്ടികൾ അവിടെ വെച്ച് അവരുടെ ശാരീരികമായിട്ട് അപമാനിക്കുക, അവരുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി അവരറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുന്നു. അത് കൂടുതലും എൻ്റെ കയ്യിൽ കുറച്ച് എവിഡൻസ് ആയിട്ട് ഞാൻ ആ ഒരു സമയം തൊട്ട്, അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം അല്ലായിരുന്നു, യൂട്യൂബിൽ ലോങ് 30 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്ത കുറേ വീഡിയോസ്, പിന്നെ അപ്രതീക്ഷിതമായിട്ട് അവിടുന്ന് ആ പിള്ളേരുടെ എനിക്കിപ്പോഴും എന്താ പറയുക അവിടെ നടന്നിട്ടുള്ള ആ ഒരു ദിവസം, അന്നത്തെ ആ ഒരു രാത്രി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറേ എന്താ പറയുക നമ്മൾ കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ കണ്ട് എനിക്ക് എൻ്റെ കണ്ട കണ്ണുകളോട് പോലും ദേഷ്യം വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും എന്തൊക്കെയാണോ ചെയ്യേണ്ടത് നിയമപരമായിട്ടാണെങ്കിൽ ഞാൻ ആ വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണ്. അത് പബ്ലിക്കായിട്ട് വിളിച്ച് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് അന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാനത് പബ്ലിക്കലി വന്ന് പറഞ്ഞത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിവിടെ തീരാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയൊരു നിമിഷം. അതായത് എന്താ പറയുക, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരിക്കലും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയല്ല. ആ ഒരു സമയം തൊട്ട് അവിടെ നിന്ന് എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് പിന്നീട് ഞാൻ നേരിടേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾ ഈ വിസ തട്ടിപ്പായിരിക്കും. ഈ വിസ തട്ടിപ്പിന് മുമ്പേ, അപ്പോൾ ഈ വിസ തട്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ വിക്ടിം കാർഡ് ഇറക്കുന്നു എന്ന് പറയുന്ന ആളുകളോട് ഞാനൊരു കാര്യം പറയട്ടെ. 2021 ഇതിനേക്കാളും വലിയ വ്യക്തിഹത്യയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റും വന്നിട്ട് എന്താ പറയുക ഒരു സുപ്രഭാതത്തിൽ കൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് അയൽവക്കക്കാരൊക്കെ ഞങ്ങളെ വിളിക്കുന്നു, കുറേ ലെറ്റർ ഫോട്ടോസ്റ്റാറ്റ് കണക്കിന് കുറേ കാര്യങ്ങൾ നമുക്ക് തരുന്നു. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ അന്ന് ആ സമയത്ത് വായിച്ചിരുന്നുള്ളൂ. അത്രമാത്രം വ്യക്തിഹത്യ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം ഇങ്ങോട്ടാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഇതിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ അന്ന് വന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നിയമപരമായും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഈ പ്രതികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും, ഇരകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ ഒരു മെൻ്റൽ സ്ട്രെസ് ഇതാക്കാനും ഇനി ആരും പോയി പെടാതിരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ റിവീൽ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അന്ന തന്നെ പറഞ്ഞു അങ്ങനെ മനുഷ്യ കോടതിയിൽ തെളിവ് കാണിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു സത്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വർഷത്തിലാണ് സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ വാക്കാൽ പറയുന്നതിനേക്കാളും ഈ വീഡിയോ അല്ലെങ്കിൽ തെളിവാലെ കാണിക്കുന്നതിലാണ് കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത്. പറയുന്നുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് തെളിവ് കാണിക്കുന്നില്ല? ഞാൻ പറയുന്നത് ഈ 2021 അതായത് 2021 നവംബർ 1-നാണ് 2 കുട്ടികൾ അവിടെ മരണപ്പെടുന്നത്. ആ സമയത്താണെങ്കിലും അന്ന ജോൺസ് എന്ന് പറയുന്നത് സാധാരണ ഒരു വീട്ടമ്മയാണ്. എനിക്കിപ്പം നമ്മളൊരു ക്രൈം നടക്കുന്ന സമയത്ത് ഇപ്പം ഈ അടുത്തും കൂടെ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരടുത്തും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു തെളിവുകൾ പീഡിപ്പിക്കപ്പെട്ട ആള് ഹാജരാക്കണം എന്നുള്ളത്. അതിലെന്ത് എത്തിക്സ് ആണുള്ളത്? നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ എല്ലാ തെളിവുകളോടുകൂടി നമ്മളവിടെ ഇങ്ങനെ ഒരു ക്രൈം നടക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോകുന്നവരല്ലോ, അറിയാതെ എത്തിപ്പെടുന്ന. അപ്പോഴും അന്ന പറഞ്ഞതാണ് എൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട്, എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട് എന്നുള്ളത്. അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന തെളിവുകളെക്കാൾ കൂടുതൽ നമ്മൾ ഒരാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുകയാണ്, പോലീസ് കണ്ടെത്തുന്ന ചില തെളിവുകളുണ്ട്. അപ്പം അത് കാണാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. അന്ന് നമ്മുടെ കൊച്ചിയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് മോഡൽസ് മരിച്ച ആ ഒരു കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിനുമായി ചുറ്റിപ്പറ്റി എല്ലാ കേസുകളും അന്വേഷിക്കുന്നത്. അന്ന് DGP അടക്കം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് കേസിന് ആസ്പദമായിട്ടുള്ള എല്ലാ തെളിവുകളും അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത്. ആ കാര്യം മാത്രം ആരും നോട്ട് ചെയ്തില്ല. പിന്നെ ഈ തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് പ്രതികൾക്ക് ഈ തെളിവിന് എഗെയിൻസ്റ്റ് ആയിട്ട്, കാരണം ആ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോസ് കളക്ട് ചെയ്ത് പല
ചാനലുകാർ, റിപ്പോർട്ടർ ചാനൽ, അങ്ങനെ കുറേ ചാനലുകാർ വാർത്തയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി പോകുന്ന സമയത്താണ് ഈ ഒരു എവിഡൻസ്, ഈ കോടതി എവിഡൻസ് ആയിട്ട് എടുത്ത പലതും പല സോഷ്യൽ മീഡിയയിലൂടെയും കറങ്ങി നടക്കുന്നുണ്ട്. അത് കോടതിയിൽ എത്തുമ്പോഴേക്കും എന്താണ്, അതിന് ഇതായിട്ട് അത് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, മറ്റ് സംഭവങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ തെളിവുകൾ, എൻ്റെ കയ്യിലുള്ള തെളിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രതികൾക്ക് പോലും അറിയാതിരിക്കുന്നിടത്തോളം കാലം എന്താണ്, അവർക്കിതിന് എന്താണ് എന്നുള്ള ആ ഒരു ഇതിൽ എന്താണ് എൻ്റെ കയ്യിൽ എന്നുള്ളത്, കാരണം ബോധമില്ലാത്ത ആളുകളായിരുന്നു അവിടെ പലരും ഉണ്ടായിരുന്നത്. പിന്നെ അതുമല്ല, ഈ ഒരു കേസ് വന്നപ്പം ഹാർഡ് ഡിസ്ക് അവർ കായലിലേക്ക് ഇരുന്നു. അപ്പോൾ കോടതിയിൽ ഈ തെളിവ് തന്നെ സബ്മിറ്റ് ചെയ്തോ? ഡെഫിനറ്റ്ലി ചെയ്യണമല്ലോ, ആയിട്ടില്ലല്ലോ, കേസ് നടന്നുകൊണ്ടിരിക്കുമല്ലേ. സോഷ്യൽ മീഡിയ ഇട്ടതിനെക്കുറിച്ച് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി നിങ്ങൾ പിന്നെ എന്തിനാണ് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദ്യം വന്നാൽ, അത് ഈ ചോദ്യം എന്നോടും പലരും ചോദിച്ചിരുന്നതാണ്. ഞാനൊരു സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എനിക്ക് ഇനി എന്ത്, കാരണം വിസേൻ്റെ പ്രശ്നം വന്നു. എനിക്കിത് വേറൊരു സമയത്താണ് ഈ വിസേൻ്റെ പ്രശ്നം വന്നതെങ്കിൽ ഒരു പക്ഷേങ്കിൽ എനിക്ക് സ്വമേധ എനിക്കിതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റിയാണ്, സാധാ ഒരു വിസേൻ്റെ ഇതായിട്ട്. കാരണം ഞാൻ ഈ ഫീൽഡിൽ ഒരു 5-6 വർഷമായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേങ്കിൽ കറക്റ്റ് നമ്പർ 18 കേസിന് സാക്ഷി ഹാജരാകേണ്ട സമയത്തും ഇരകൾ ഹാജരാകേണ്ട സമയത്തുമാണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പോലീസുകാർ. കാരണം മാസങ്ങൾക്ക് മുമ്പ് ഇടുന്ന FIR നമ്മളൊന്ന് ചോദ്യം ചെയ്യാൻ വിളിക്കാതെ, അല്ലെ നമ്മളോട് കാര്യം എന്താ എന്ന് ചോദിക്കാതെ, 1-2 ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ മേലെ പോലീസുകാർ ഇത്രത്തോളം, അതായത് ക്രിമിനൽസ് ആക്കി നമ്മളവിടെ മാറ്റുകയാണ് ചെയ്തത്. അതോടുകൂടിയാണ് എനിക്ക് എന്താണ് ഇത് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയണം. കാരണം തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് ഇതല്ല, ഞാൻ ലീഗലി കുറേ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും. അപ്പം ഞാൻ എന്താണ്, എനിക്ക് രാത്രി മുഴുവൻ ഉറക്കമില്ല, എനിക്കിങ്ങനെ ഉറക്കഗുളിക കഴിക്കാതെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ആസ്മാറ്റിക് ആണ്, ഓൾറെഡി എനിക്ക് നല്ല ആസ്മേൻ്റെ ഇഷ്യൂ ഉള്ള ഒരാളാണ്. ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ അധികം ട്രീറ്റ്മെൻറ്റിലിരുന്ന ഒരാളാണ്. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് താമസം മാറുക വരെ ചെയ്തത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നുന്നതാണ്, എന്താണ് എനിക്കിനി ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ ഞാനില്ലാതായ എന്ത് ചെയ്യും. കാരണം ആ ഒരു സമയത്തെ ചാനലിലെ വാർത്തകളൊക്കെ നോക്കിയാൽ അറിയാം, ഒത്തിരി ഇരകളുണ്ടായിരുന്നു. 9 പേരായി കേസുമായിട്ട് മുമ്പോട്ട് വന്നിരുന്നു, വിക്ടിംസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കേസ് മുമ്പോട്ട് പോകുന്തോറും ഈ വിക്ടിംസും സാക്ഷികളും ഒക്കെ എന്താണ് ഇതിനകത്ത് പിന്മാറുന്നൊരവസ്ഥയാണ്. അപ്പം ഞാനും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ ഈ കേസ് ഇല്ലാതാവും. അപ്പം മറിച്ച് അവിടെ എന്താണ് സംഭവിച്ചത്, അതൊരിക്കലും എന്നെ വൈറ്റ് വാഷ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ 2 അതിജീവിതകളുടെ പ്രശ്നം ഈ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു തന്നെയാണ്. ഒന്ന്, നമുക്ക് ഈ ഇലക്ഷൻ വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നതും, പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളുടെ എന്താണ് സെലിബ്രിറ്റി ഒരാളുടെ വന്നതും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ തെളിവുകളുടെ അഭാവത്തിൽ കുറച്ച് പേര് രക്ഷപ്പെട്ടു എന്നുള്ളതും, പിന്നീട് അതുപോലെ തന്നെ ഇതേ സമാന കേസിൽ അവർക്ക് കുറേ പ്രിവിലേജ് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ 2ാമത് ഇലക്ഷൻ്റെ സമയത്ത് വന്ന വിക്ടിംസിന് എന്താണ്, ആ വിക്ടിമിൻ്റെ പേരെടുത്ത് പറയുന്നവർക്ക്, കമൻ്റ് ഇടുന്നവർക്ക് എല്ലാവർക്കും എന്താണ് അഴികൾക്കുള്ളിൽ പോകുന്നൊരവസ്ഥ. പക്ഷെ ഒരിക്കലും ഞാൻ എപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഇരയോടൊപ്പം തന്നെയാണ്. പക്ഷെ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു കൺസിഡറേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇരയുടെ പേര് എടുത്തു പറയുകയും അത് ചാനലുകാർ ഐഡൻറ്റിറ്റി മൊത്തം വെളിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇരകളുടെ വീടുകളിൽ, സാക്ഷികളുടെ വീടുകളിൽ മൊത്തം എന്താണ് അവർ ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് സെയിം സമയത്ത് തന്നെ നടന്ന സമയത്ത് തന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ മൊത്തം കൊണ്ടുപോയിട്ട് ഒരു സംഭവങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, വ്യക്തിഹത്യ ചെയ്യുന്നത്. ആ സെയിം ദിവസം തന്നെ ഞാൻ എൻ്റെ സ്വദേശമായ കൽപ്പറ്റ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. എനിക്ക് എവിടെ നിന്നൊക്കെ ബ്ലാക്ക് മെയിൽ ഉണ്ടായിട്ടുണ്ടോ അത് ഞാൻ കൊണ്ട് കൊടുത്തതാണ്. പക്ഷേ എനിക്ക് എവിടെ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയില്ല. അതെന്നെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തു. കാരണം എനിക്കൊന്നും കിട്ടാതെ, ഇപ്പം നമ്മളൊരു കോമൺ പീപ്പിൾസാണ്. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഇരകളായപ്പെട്ട കുട്ടികളാണെങ്കിലും ഫൈനാൻഷ്യലി അത്ര ബാക്ക്ഗ്രൗണ്ട് ഉള്ളതല്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു നിയമ പരിരക്ഷ, ഇവിടെ ഒരു ഇരട്ട നീതി നടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഈ ഇലക്ഷൻ സമയത്ത് വന്ന ആ വിക്ടിമിന് അവരുടെ പേര് വെളിപ്പെടുത്തിയവർക്ക്, അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയ ആൾ ജയിലിൽ കിടന്നു, രാഹുൽ ഈശ്വരൻ അല്ലേ. അതിനേക്കാളും വളരെ ഇതായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വീടിൻ്റെ ചുറ്റും വന്ന് നോട്ടീസ് ഇട്ടു. അതിനുശേഷം പല ആളുകൾ ഇവരെ എനിക്കെതിരായിട്ട് ഇറക്കി. ഈ വിസേൻ്റെ പ്രശ്നം കൂടാതെ തന്നെ ഇറക്കിയപ്പോഴും ഞാൻ അന്നന്ന് കൊണ്ടുപോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. എക്സാമ്പിൾ, ലെക്സോ ഹോട്ടലിൽ വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ലെക്സോ ഹോട്ടലിൽ ആ ലെക്സോ പാലാരിവട്ട സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അവർ ശരിക്കും ഞങ്ങളെ കളിയാക്കി വിടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പോലീസുകാർ. അവിടെ പോലും ഞാൻ ഈ മോഡൽസിൻ്റെ മരണം അതിലൊരു സാക്ഷിയാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരൻ, അവിടുത്തെ ഒരു പോലീസുകാരൻ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കി. അതുപോലെ തന്നെ കൽപ്പറ്റ സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്തും അവരത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. കാരണം ഇവർക്ക് കിട്ടണ്ട, പിന്നീട് വന്ന ഇരകൾക്ക് കിട്ടണ്ട. കാരണം എനിക്ക് തോന്നുന്നു അതൊരു രാഷ്ട്രീയ ഇരയാകാം, എന്തോ ആകാം. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് കിട്ടാതാകുമ്പോൾ ഇവിടെ ഒരു ഇരട്ട നീതി നടക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ ഭയങ്കര അപ്സെറ്റാക്കി. കാരണം എൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് എടുത്ത് ഒരു യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആ ഒരു സമയത്ത് ഈ മെയിൻ കേസിൽ 3 പ്രതികളെയാണ് പോലീസുകാർ FIR ഇട്ടത്. ഒന്ന്, നമ്മളെ ഇവിടുന്ന് ഇതിങ്ങനത്തെ ഒരു ട്രാപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ 24 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ, അഞ്ജലി റീമാദേവ്.
എന്നിട്ട് ഈ ഇവള് ജാമ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒളിവിലാണ്. ആ ഒളിവിലായിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ലൈവ് പോവുകയാണ്. അത് ചാനലുകാർ, മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകാർ ഏറ്റെടുത്ത് നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് പത്രസമ്മേളനങ്ങളും കാര്യങ്ങളും നടത്താണ്. അതിൽ വ്യക്തമായിട്ട് എൻ്റെ പേര്, ഞാൻ സീക്രട്ടായിട്ട് കൊണ്ട് കൊടുത്ത പല പരാതിൻ്റെ മേലും വ്യക്തമായിട്ട് എൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട്, ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് വന്നു. എന്നിട്ട് പോലും പോലീസുകാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു സംരക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ല. വേറൊരാൾക്ക് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തു, അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി. അപ്പോൾ അവർക്ക് ഭയങ്കര സപ്പോർട്ട് അവിടെ കിട്ടുകയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ട്, നിയമപരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുമ്പം അത് എന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാക്കി. ആ ഒരു അസ്വസ്ഥതയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കെ, ശരിക്കും വിസേൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കുറേയായി, 1 വർഷത്തോളം ആവാനായി. ആ 1 വർഷത്തോളം ഞാൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് നിന്ന ആളാണ്. കാരണം അതൊരിക്കലും എൻ്റെ ഒരു ഫീൽഡിനെ ബാധിച്ചിട്ടില്ല. ആളുകൾ ഒരാൾക്കെതിരെ ഒരു വ്യക്തിഹത്യ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്കുകൾ അവർക്കുണ്ടാകും. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 2 ആഴ്ചകളൊക്കെ അതുണ്ടായിട്ടുള്ളൂ. ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫീൽഡിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വന്നു. എനിക്ക് അത്യാവശ്യം നല്ല അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു രീതിയിൽ പോയി കഴിഞ്ഞ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് വിളിച്ചു വന്നത്. അപ്പോൾ അതൊരിക്കലും ഒരു വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എല്ലാ ആളുകളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ആ ഹോസ്പിറ്റൽ കിടന്നുകൊണ്ട് ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ അറസ്റ്റിൽ, ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. അത് കണ്ടപ്പോഴാണ് എനിക്കെന്തായത്, ഭയങ്കരമായിട്ടും എൻ്റെ മനസ്സിന് ഒരു ഇരട്ട നീതി ആണ് അവിടെ നടന്നതെന്നുള്ളതിലാണ് ഞാൻ അത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പോഴും എല്ലാവർക്കും സംശയം, ഈ വീഡിയോ ചെയ്യുന്നത് ഫെയിമിന് വേണ്ടിയാണോ? എന്തിന് ഇത്രയും നാൾ ചെയ്യാത്തൊരു റിയാക്ഷൻ വീഡിയോ, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഫെയിം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്, എല്ലാവരും ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തത്? എനിക്ക് അങ്ങനെ ആകാമായിരുന്നെങ്കിൽ അതിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്, എനിക്ക് എന്തുകൊണ്ട് 2021 ആയിക്കൂടാ? അതെ, 2021 എനിക്ക് ആവാമായിരുന്നു അല്ലേ? കാരണം ആ സമയത്താണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ നമുക്കിതിൻ്റെ കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെറിയൊരാളല്ല, ഞാൻ പറഞ്ഞു. അതിപ്പം നമുക്ക് ഈ ദിലീപിൻ്റെ കേസ് വന്നപ്പോൾ തന്നെ എന്നോട് കുറേ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. ദിലീപിനേക്കാൾ എത്രയോ കോടി ഇരട്ടി ആസ്തിയുള്ള ആളുടെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്, എഗെയിൻസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അയാളെയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, പ്രതിഭാഗത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ നേരിടേണ്ടി വരും. എനിക്ക് നേരത്തെ ആകാമായിരുന്നു. പക്ഷേ ഞാനതൊന്നുമില്ലാതെ വളരെ രഹസ്യമായിട്ടാണ് ഞാൻ ഈ ഇൻസിഡൻറ്റ് നടന്ന് വളരെ രഹസ്യമായിട്ടാണ് എക്സൈസ് ഓഫീസിൽ വിവരം അറിയിച്ചത്, കമ്മീഷണർ ഓഫീസിൽ വിവരം അറിയിച്ചത്. എന്നിട്ട് പോലും അത് ഇത്രയും പബ്ലിക്കായി എന്ന് പറയുമ്പം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാനിത് എല്ലായിടത്തും പറയാൻ മറന്നു തോന്നിയാണ്. ഞാൻ ഇത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ബ്ലാക്ക് മെയിലിംഗ്, ഈ നൈജീരിയ എന്നൊക്കെ എനിക്ക് കുറേ കോളുകൾ വന്നു കഴിഞ്ഞ സമയത്തും പിന്നെ അതുപോലെ കുറേ ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളും ഉണ്ടായി. ഇവരുമായിട്ട് ഒത്തുതീർപ്പിന് അതായത് എനിക്കൊരു വേദി ഒരുക്കി തന്ന സമയത്തും ഞാനൊരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പ്രസ് മീറ്റ് പോലും ഇന്നും പുറത്ത് വന്നിട്ടില്ല. എനിക്ക് എൻ്റെ അക്കൗണ്ടിലിട്ട് ഫെയിം ആക്കാനായിരുന്നെങ്കിൽ എനിക്ക് അപ്പം അത് ചെയ്യാമായിരുന്നു, എനിക്ക് പ്രസ് മീറ്റിന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പ്രസ് മീറ്റ് പോലും പുറത്ത് വരാതായ ഒരു സമയത്താണ് എനിക്കിത് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വരുന്നില്ല. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ, എന്ത് അപ്പ് ചെയ്യണം എന്ത് അപ്പ് ചെയ്യണ്ട എന്നുള്ളത് ഇവർക്ക് ഓൾറെഡി അറിയാം. എല്ലാവർക്കും ഉള്ളൊരു മേജർ ഇൻകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വാർത്തകൾക്കിടയിൽ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒന്നും അല്ല. ഒരു വാർത്ത ഇടാനും ഇടാതിരിക്കാനും ഒരു റവന്യൂ കിട്ടുന്നുണ്ട് എന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ്, അതായത് ഈ വിസേൻ്റെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഈ വിസേൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് എനിക്കിത് റിയാക്ട് ചെയ്യണം. കാരണം അന്ന് എൻ്റെ ഹസ്ബൻഡിന് 24-ാം തീയതി കോടതിയിൽ ഹാജരാവണം ഈ നമ്പർ 18 കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. 21-ാം തീയതിയാണ് പോലീസുകാർ എൻ്റെ ഹസ്ബൻഡിനെ ജസ്റ്റ് ചോദ്യം ചോദിക്കാൻ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് വാർത്തകളിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേസ്, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ അടക്കം നിറച്ചതും അതിനുശേഷമാണ്. അപ്പോൾ എനിക്കിത് തുറന്ന് പറയണമെന്ന് തോന്നിയപ്പോൾ പ്രതികരിക്കാൻ വേണ്ടി ഒരു അവസരം തരുമോ എന്ന് ചോദിച്ചു. കാരണം 2021 ചാനലുകാർ മൊത്തം എൻ്റെ പുറകെ ക്യൂ ആയിരുന്നു, ഒരു പ്രതികരണം തരുമോ എന്ന് ചോദിച്ചിട്ട്. അതേ ചാനലുകാരെടുത്ത് ഞാൻ 2024 മാർച്ച് മാസം ഞാൻ ചെന്ന സമയത്ത് നമ്മളെന്തായാലും FIR വരുമ്പോൾ നമ്മൾ പ്രതിയാണല്ലോ, കുറ്റാരോപിതയാണ് ഞാൻ. ഈ കുറ്റാരോപിതയായ ഞാനൊരു പ്രതികരണം ഞാനൊരു ഫേമസ് ചാനലിന് കൊടുത്ത സമയത്ത് അവർക്ക് പിന്നീട് ഹൈ പ്രഷർ ഉണ്ടായി എന്നുള്ളതും, അതായത് ഇവർ പ്രതിയല്ലേ എന്തിനീ ഇങ്ങനത്തെ ഇത് ചെയ്തു എന്നുള്ളത് പിന്നീട് കുറച്ച് പൈസ കൊടുത്ത ശേഷമാണ് രണ്ടാമത് അവരെന്നെ പ്രതികരണം ചാനലിൽ അപ്പ് ചെയ്തത്. ഈ ഒരു ചാനലുകളെയും എല്ലാ ചാനലുകളും ഫേക്കാണ്, അല്ലെങ്കിൽ ഒരു ചാനലുകളെയും വിശ്വസിക്കാത്ത ഈ മലയാളികൾ നിങ്ങൾ പറയുന്നത് എന്ത് സത്യമുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇതൊരു വിശ്വാസത്തിന്റെ പുറത്തുള്ളതല്ല. ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരാളെ വിശ്വസിപ്പിക്കണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഒരു മെൻ്റൽ സ്ട്രെസ്സ് അവിടെ റിലീഫാക്കുകയാണ് ഞാൻ ചെയ്തത്. ആളുകൾക്ക് അത് വിശ്വസിക്കാം, ഏത് വികാരത്തിൽ വേണമെങ്കിലും എടുക്കാം. അതെന്നെ സംബന്ധിച്ചൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്ത് ഇപ്പോൾ ആളുകൾ എനിക്കിരുന്ന് നെഗറ്റീവ് ഇടുന്ന ആളുകളുണ്ട്. പിന്നെ കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ പോലെയല്ല. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പേടിക്കുന്ന ആളുകളാണ്. ഇന്ന് ലഹരീനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമൂഹവും നമുക്കിടയിലുണ്ട്, ഒരു തലമുറയുണ്ട്.
ഓക്കെ, ഈ ഒരു തലമുറ അത് ചിലപ്പം നെഗറ്റീവായിട്ട് എടുത്ത് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ചെളിവാരി എറിയലും വരാറുണ്ട്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി ബോധവല്ല എന്നുള്ളതാണ്. ആളുകൾ എന്ത് വിചാരിച്ചോട്ടെ, ആളുകൾ വിചാരിക്കുന്നതാണോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ എൻ്റെ മോളെ ദത്തെടുത്തതാണെന്നും എൻ്റെ രണ്ടാം കല്യാണമെന്ന് എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ വാർത്ത വന്നു. ഞാനത് എവിടെയും അയ്യോ അങ്ങനെയല്ല എന്നൊന്നും പറയാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫെയിം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ കുറച്ച് നമ്മളെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളെ വന്ന് ചെറുങ്ങനെ ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചൊറിയുന്നു, അതുവഴി അവർക്ക് ഫെയിം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും ഒക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാലഘട്ടമായിരുന്നു ഈ ഒരു വരുന്നൊരു 3-4 മാസം എന്ന് പറയുന്നത്. ഈ കാര്യത്തിന് കോടതി നിങ്ങൾക്ക് നീതി തരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോടതിയിൽ തെളിവ് നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. നമ്മളൊരു പൗരൻ എന്ന സ്ഥിതിക്ക്, നമ്മുടെ രാജ്യത്ത് ജീവിച്ചു വളർന്നൊരു പൗരൻ എന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ ഭരണഘടനയും അതുപോലെ തന്നെ കോടതിയെ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് നമുക്ക് അവിശ്വസിക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ അതിജീവിതയ്ക്ക് ഇത് കിട്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കോടതിക്ക് അല്ലെങ്കിൽ ഒരു ജഡ്ജിക്ക് ഡയറക്റ്റ് വന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടാ തെളിവ് എന്ന് പറയാൻ പറ്റുമോ? ഈ തെളിവ് നമ്മൾ കൊടുക്കുന്നവരെടുത്ത് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരെടുത്ത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത് കൊടുക്കുന്നു. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എനിക്ക് കോടതിയിൽ ഒരിക്കലും കയറി നിന്നിട്ട് ഞാൻ കണ്ട ദൃശ്യങ്ങൾ അതാണെന്ന് പറയാൻ പറ്റില്ല. യെസ് ഓർ നോ, ഇത് മാത്രമേ കോടതി പറയാൻ പറ്റുള്ളൂ. 10-15 പ്രാവശ്യം ഞാൻ ഈ കോടതിയിൽ ഹിയറിങ്ങിന് പോയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് പല കാര്യങ്ങളും പറയണമെന്ന് ഇങ്ങനെ ത്വര വരും. പക്ഷേ അതൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് വേണ്ടി അവിടെ പ്രസന്റ് ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ വേണം ഇത് പറയാൻ വേണ്ടിയിട്ട്, അല്ലേ? പിന്നെ പ്രതിഭാഗം വക്കീലുണ്ട്, അല്ലേ? ഈ പ്രതിഭാഗം വക്കീൽ പറയുന്നതിനൊക്കെ ഖണ്ഡിച്ച് പറയേണ്ടത് ആരാണ്? പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. എവിഡൻസ് കൊടുക്കേണ്ട പോലീസാണ്. നമ്മൾ അവരെയാണ് വിശ്വസിക്കണോ വേണ്ടിയോ എന്ന് ചിന്തിക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും കോടതിനെയല്ല. കോടതി തെളിവുണ്ടോ ഡെഫിനറ്റ്ലി ശിക്ഷ കൊടുത്തിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ കയ്യിലുള്ള തെളിവുകൾ കോടതിയുടെ പരിഗണനയിൽ അവിടെ എത്തുന്നോടെ വരെ ഞാൻ അവശേഷിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇവർക്ക് ജീവപര്യന്തം കിട്ടും. ക്രൈമിൽ ഏർപ്പെട്ട എല്ലാവർക്കും ജീവപര്യന്തം കിട്ടും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ എന്നല്ല, ഒരു മാഫിയയുടെ തന്നെ മുഖച്ഛായ തന്നെ അവിടെ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി എനിക്ക് പറ്റും എന്ന് എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം. പിന്നെ ഈ തെളിവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഒരാളും ഒരു ആശ്വാസ വാക്ക് പോലും എൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ വളരെ ആ ഒരു സമയത്തെ വീഡിയോ എല്ലാ ചാനലിലും ഉണ്ടായിരുന്നതാണ്. നമ്പർ 18 കേസിന് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരാൾ പോലും ഈ ചാനലിൽ വന്നിട്ട് എന്നോട് ആശ്വാസവാക്ക് പറഞ്ഞ ഒരാൾ, ഈ രാഹുൽ ഈശ്വര ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ജയിലിൽ കിടന്നൊരുത്തനാണ്, അല്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പുരുഷന്മാരുടെ ഇതിന് വേണ്ടിയിട്ട് ഇതാ നിൽക്കുന്ന ആളെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു. ഈ അടുത്തൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു പെൺകുട്ടി കൊടുത്തിട്ടുള്ള ഫേക്ക് ഇതിൻ്റെ പുറമെ 90 ദിവസം എങ്ങാണ്ട് ജയിലിൽ കിടന്നിറങ്ങി വന്നു. ആൾക്കാരൊക്കെ പിന്തുണ കൊടുത്തിട്ടുള്ളത്, ഈ സമൂഹത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ആരെങ്കിലും അയാൾക്ക് ഏതെങ്കിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കുറേ ഇരകൾ. ഗോവിന്ദച്ചാമീൻ്റെ കേസെടുക്കാം. ഗോവിന്ദച്ചാമീൻ്റെ സമയത്ത് ആ ഒരു വക്കീൽ വന്ന്, ഇപ്പോൾ വക്കീലില്ല, അതായിരുന്നു വക്കീലിൻ്റെ പേരെന്തായിരുന്നു, ആളൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടു. ഞാൻ ഈ പ്രശ്നത്തിൽ വന്ന ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കേൾക്കാറുണ്ട്. വന്ന് പറഞ്ഞു, ഈ കുട്ടി ഇരയാക്കപ്പെട്ട ഈ കുട്ടിയുടെ സ്വഭാവം ശരിയില്ലാത്തത് കൊണ്ടാണ് അവൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടന്നത്. എത്ര പേര് ഈ പെൺകുട്ടിക്ക് വേണ്ടി അയാൾ അങ്ങനത്തെ ഒരു കാര്യം ആരോപിച്ചപ്പോൾ എത്ര ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് പോട്ടെ, കമൻറ്റ് കൊണ്ടുള്ള സപ്പോർട്ട് പോട്ടെ, അതല്ലാതെ ആ കുട്ടീൻ്റെ ഫാമിലിക്ക് എത്ര പേര് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടീനെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്തതിൻ്റെ പേരിൽ ആരെങ്കിലും ശബ്ദം ഉയർത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു ചാനലിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരാളും ആർക്ക് വേണ്ടിയും അവരുടെ ജീവിതം മറ്റേ പണയം വെച്ചിട്ട് ആർക്ക് വേണ്ടി ഇറങ്ങില്ല. അങ്ങനെ എല്ലാവരും സെൽഫിഷുകളാണ്. അപ്പോഴും പലരും റിയാക്ട് ചെയ്യുന്നത് കണ്ടന്റിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരാളായിട്ട് മാത്രമാണ് മലയാളികൾ അന്യം കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ കാത്തിരുന്ന് കാണാം. അതിനെനിക്ക് മറുപടി പറയാനുള്ളത് കാത്തിരുന്ന് കാണാം. ഓക്കെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതുവരെ എന്നെ ജീവിക്കാൻ സമ്മതിക്കണം. അതിനുവേണ്ടി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടാണെങ്കിലും അതുപോലെ തന്നെ ചാനലുകാരോടാണെങ്കിലും ഈവൻ പോലീസുകാരോടാണെങ്കിൽ പോലും അന്ന ജോൺസിനുള്ള ഒരു അപേക്ഷ ഇത്ര മാത്രമേ ഉള്ളൂ. അന്ന ജോൺസിനെതിരെ ഒരു FIR അല്ലെങ്കിൽ ഒരു അലിഗേഷൻ, ഒരു പരാതി അവിടെ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെപ്പറ്റി ഒരു മറുവശമുണ്ട്. എന്നോട് ചോദിക്കാതെ വന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കള്ളനെ പിടിച്ചുകൊണ്ടുപോകുന്നാൽ എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകരുത്, എന്നിട്ട് വാർത്തയാക്കരുത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കോടതിയിൽ ഡെഫിനറ്റ്ലി കോടതിക്ക് വേണ്ടുന്ന തെളിവായതുകൊണ്ട് കോടതിയിൽ നിന്ന് ഞാൻ നിസ്സാരമായിട്ട് എനിക്ക് അട്ടർ ഫാൾസ് കംപ്ലയിൻറ്റ് കോടതി പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് കോടതിയിൽ നിന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാനൊരു കുടുംബമുള്ള ആളാണ്. എനിക്കൊരു മകളുണ്ട്, അമ്മയുണ്ട്, അതുപോലെ കൂടപ്പറപ്പുകളുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിന് കുടുംബമുണ്ട്. അപ്പോൾ നിങ്ങൾ തൽക്കാലത്തൊരു നിലനിൽപ്പിനാണെങ്കിൽ പോലും റീച്ചിനാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന പല പദപ്രയോഗങ്ങളും അല്ലെങ്കിൽ കണ്ടന്റുകളാണെങ്കിലും എൻ്റെ ഫാമിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യും. കാരണം അവർക്കും വിഷമമുണ്ട്. എല്ലാവരും എന്നെപ്പോലെ ഇതുപോലെ, ഞാനാണെങ്കിലും ഈ ക്യാമറയ്ക്ക് മുന്നിൽ ചിലപ്പോൾ ഞാൻ ബോൾഡായി നിൽക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ഞാൻ കരയും, ഇല്ലേ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ദയ എന്നോട് കാണിക്കാൻ ഈ കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നിടത്തോളം കാലം എനിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടുന്ന സപ്പോർട്ട്, എന്നെ അന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കോടതിക്ക് വരണ്ട, എനിക്ക് പോകാനുള്ള ചിലവിൻ്റെ പൈസ നിങ്ങൾ എനിക്ക് തരണ്ട, ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട. ഈ കോടതി കുറ്റപത്രം സമർപ്പിച്ചു. ഇനി ഈ കേസ് നടന്ന് പ്രതികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുന്നോടം വരെ വെറുതെ എൻ്റെ പേരിൽ വെറുതെ നിങ്ങൾ റീച്ചിന് വേണ്ടി കണ്ടന്റ് എടുത്തിടാതിരിക്കുക. എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന ജോൺസൺ ജീവിക്കുന്ന അത്രയും കാലം അന്ന ജോൺസണെതിരെ അലിഗേഷൻസ് ഉണ്ടാകാം, കാര്യങ്ങളുണ്ടാവാം. പിന്നെ സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത കുറേ റിയാക്ഷൻ വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഫാമിലിനെ നല്ല രീതിയിൽ അത് ഹേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കൂടപ്പിറപ്പുകളുണ്ട്, എനിക്കൊരു മകളുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിന് കുടുംബമുണ്ട്, എനിക്ക് പ്രായമായിട്ടുള്ളൊരു അമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ റീച്ച് കിട്ടി അവിടെ
ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങൾ ഇനി അങ്ങനെ മെയിലിൽ ചെയ്യാതിരിക്കുക. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനുള്ള ആ ഒരു സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം. പിന്നെ നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ വെറുതെ ഇരിക്കില്ല കേട്ടോ. നമുക്ക് ഈ കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ കിട്ടും. ഓക്കെ, ഈ കേസ് എഴുതി തള്ളും. അത് വളരെ താമസിയായിട്ടുണ്ടാകും. ആ സമയത്ത് ഞാൻ മാനനഷ്ട കേസ് ഡിഫോമേഷൻ ഡെഫിനറ്റ്ലി ഞാൻ ഫയൽ ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ ഈസി ആയിട്ടാണ് മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് നോക്കിക്കാണുന്നത്. ഒരാളെ അവരുടെ പേരെടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ഒരു FIR വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഒരു പ്രതിയല്ല നിങ്ങൾ മനസ്സിലാക്കുക. അവർ കുറ്റാരോപിതയാണ്. ഈ FIR ഇടുക എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പ്രോസസ്സാണ്. ഒരു കംപ്ലയിൻറ്റുമായിട്ട് നമ്മൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് ഇടുന്ന ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കണം. അത് കോടതിയിൽ, അതിപ്പോൾ പോലീസുകാർ എത്ര പരാതി കൊടുക്കുന്നവരെ ഫേക്ക് ഇരകളുടെ കൂടെ നിന്ന് പോലീസുകാർ എത്ര സപ്പോർട്ട് ചെയ്താലും കോടതിൻ്റെ മുമ്പിൽ തെളിവുകൾ ഉണ്ടാവും അല്ലേ? ഈ തെളിവുകളുടെ പുറത്ത് നമുക്ക് കിട്ടുന്നൊരു നമ്മൾ കുറ്റവിമുക്തിയാക്കുന്ന ആ ഒരു ഘട്ടം ഉണ്ടാവും. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് ഞാൻ തിരിച്ചു വരും. മാനനഷ്ടത്തിന്, എൻ്റെ മാനത്തിന് ഞാൻ പറയുന്ന വില ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും. പിന്നെ പോലീസ് ഓഫീസേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഒരാൾ കൊണ്ടുവന്ന് ഒരു FIR ഇട്ട് ഓക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണമില്ലാതെ ഒരു കള്ളനെ പിടിച്ചുകൊണ്ടുപോകുന്ന പോലെ ഇനി അന്ന ജോൺസനെ പിടിച്ചു കൊണ്ടുപോകാമെന്ന് ആരും ചിന്തിക്കരുത്. ഇതൊരു വെല്ലുവിളിയല്ല. എനിക്ക് എൻ്റെ പ്രവൃത്തിയുള്ള കോൺഫിഡൻസ് ആണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിക്കുകയോ ഒന്നുമില്ല. എനിക്കിതിരെ 4 FIR ഉണ്ടാകും. ഈ 4 FIR-ഉം ഏത് തരത്തിലുള്ളതാണെന്ന് ഈ ഒരൊറ്റ FIR-ന്റെ മേലെ മാത്രമാണ്, ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രമാണ് നമ്മളോട് ഇങ്ങനെ ചെയ്തത്. ബാക്കി എല്ലാ സ്റ്റേഷനിലും ഞാൻ പോവുകയും സംസാരിക്കുകയും അവർക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കൊല്ലത്തുള്ളൊരു സ്റ്റേഷനിൽ, പാരിപ്പള്ളിയിലുള്ളൊരു സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതി കൊടുത്ത്, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ FIR-കളെന്ന് ചിന്തിക്കണം. സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്, ചാനലുകാർ അവിടെയും വന്നിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ഫോട്ടോ പോലും കുറ്റാരോപിത, FIR-ൽ വരുന്നത് കുറ്റാരോപിതയാണ്. കോടതിയാണ് കുറ്റക്കാരിയാണോ അല്ലയോ എന്ന് ഇതാക്കേണ്ടത്. അതുവരെ ഇവരുടെ ഒരു ഫോട്ടോ പോലും ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ളതും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ കുറ്റക്കാരി. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ചേച്ചി പറഞ്ഞില്ലേ ഈ ഫാമിലിയും കുടുംബവും അച്ഛനും അമ്മയും പെങ്ങളുമാരും ഒക്കെ ചേച്ചി റിയാക്ട് ചെയ്ത് സിദ്ധാർത്ഥിനും ഉണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അപ്പൊ ചേച്ചിക്കും ചോദിക്കാമായിരുന്നു എന്തായിരുന്നു ശരിക്കും. സിദ്ധാർത്ഥിന്റെ കാര്യം മാത്രം എടുത്തിട്ട് നമ്മളെ കുറച്ച് നേരമായി ടോർച്ചർ ചെയ്യുന്നു. അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, അതിൽ മാത്രം ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ തന്നിട്ടില്ല. അത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിഡൻസോട് കൂടിയായിട്ടത് നമ്മൾക്ക് ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ഇമോഷണലി ഉള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന കുറേ ഡിസിഷൻസ് ഉണ്ടാകും. ചിലത് നന്നാവാം, ചിലത് മോശം. എന്നാൽ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ എനിക്ക് കുറ്റബോധം സിദ്ധാർത്ഥിനോട് ഒരിക്കലുമില്ല. ഡെഫിനറ്റ്ലി അവന്റെ പാരൻസിനോട് മാത്രമേ എനിക്ക് ഇപ്പോഴും ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പയ്യൻ ഇപ്പം എന്താണ്, ഒരു കൊലപാതകി കൂടിയാണ്. ആണോ അല്ലയോ? അറിഞ്ഞോ അറിയാതെ കൊലപാതകയാണ്. ഇപ്പോഴും പറഞ്ഞ ഇപ്പോൾ ഒരു ടീനേജിന്റെ പ്രശ്നമായിരിക്കാം സപ്പോർട്ട് ചെയ്യുന്നത്. എനിവേ കൊലപാതകയാണ്. ആ ഒരു മരണപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നതല്ല, അല്ല, ആ മരണപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് കുടുംബത്തിന്റെ അത്താണിയാണ് അല്ലെ? ഒരിക്കലും ഞാൻ അവിടെ സിദ്ധാർത്ഥിന്റെ ഇത് കളയുക അതിനേക്കാളൊക്കെ ഉപരി. പിന്നെ ഞാൻ ഈ സീരിയസ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളും കുറേ ഇരകളുടെ കാര്യങ്ങളും കുറേ ഇങ്ങനെ എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. എന്ത് പറഞ്ഞാലും അവിടെ സിദ്ധാർത്ഥിനെ എടുത്തിടും. വന്നപ്പോൾ തൊട്ട് യൂസ് ചെയ്യോ, എന്തെങ്കിലും യൂസ് ചെയ്യോ? കാരണം എന്താ പറയുക, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന എൻ്റെ വീഡിയോയ്ക്ക് ഇടയിൽ ഞാൻ ഇത് ഇട്ട സമയത്ത് കുറേ പേര് ഇതിന് അവർക്ക് മാത്രമല്ലല്ലോ തിരിച്ച് ചോദ്യം ചോദിക്കുന്നത്. വല്ല ബന്ധുക്കളാണോ? സിദ്ധാർത്ഥിന്റെ എന്നാ ഒരു കാര്യം പറ്റേ, സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്നത് ഉറങ്ങിപ്പോയിട്ട് അതിന്റെ പേരിൽ എന്താണ് വണ്ടി ഉറങ്ങിപ്പോയിട്ട് എന്താണ് മയക്കത്തിൽ അവിചാരിതമായിട്ട് ഒരാളെ വണ്ടി ഇടിച്ച് കൊന്നൊരു വ്യക്തിയല്ല. കള്ളു കുടിച്ചിട്ട് തന്നെയാണ് വണ്ടി ഓടിച്ച് ഒരാൾ മരിക്കാനിടയായത്. ആയിക്കോട്ടെ, ഞാൻ ഒരിക്കലും സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരാൾ കുഴിയിൽ വീണ് നിൽക്കുമ്പോൾ വീണ്ടും തള്ളിയിടുന്നത് എന്തിനാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അജ്ഞതകൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം ആദ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ പർപ്പസ്ഫുള്ളി അല്ലാതെ അവിടെ എത്തിച്ചേർന്ന കുറേ കുട്ടികൾ അവരെ കൊണ്ട് ഡ്രഗ് യൂസ് ചെയ്യിക്കുന്നു, അവരെ കാരിയേഴ്സ് ആക്കുന്നു, അവരുടെ എന്താ പറയുക ഒരു ഗോഡ് ഫാദർ അവർക്ക് വേണ്ടി അവിടെ ഉടലെടുക്കുകയാണ്. പിന്നീട് ഫുള്ള് ഒരു ചെയിനായിട്ട് മണി ചെയിൻ ഒക്കെ ഇട്ടില്ല അതുപോലെ ഇവിടെ കേരളത്തിന് പുറത്തും ലഹരി ഇതാക്കുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിച്ച് വരുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ടോപ്പിക്ക് മാത്രം വീണ്ടും 3-4 വശം എടുത്ത് ചോദിക്കുമ്പോൾ അതിലൊരു സംശയം എനിക്ക് വന്നതേ ഉള്ളൂ കേട്ടോ. അത് സംശയമായിട്ട് തന്നെ നിൽക്കട്ടെ. ഓക്കെ, എനിവേ ചേച്ചി ഒരുപാട് സന്തോഷം. എന്തായാലും ചേച്ചിയുടെ ആ കേസ് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചിക്ക് നീതി കിട്ടട്ടെ. സത്യം എന്താണെന്ന് ഞങ്ങൾക്കും അറിയാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം എല്ലാ പ്രാർത്ഥനയിലും ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ ഇത്രയും നേരം. ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യമേവ ജയതേ, സത്യം മാത്രം ജയിക്കട്ടെ. ഇതിൽ എന്താ പറയുക അലിഗേഷൻസ് ഉണ്ടാകാം, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും, പക്ഷെ അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ. കാരണം ഇത് ഈ ഒരു കേസിൽ നമുക്കറിയാം ഇതിനകത്ത് മുമ്പ് വന്നിട്ടുള്ള ഇരകളുടെയോ അങ്ങനത്തെ ഇതുപോലെ ഒന്നുമല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക, ക്ലിയർ എവിഡൻസോട് കൂടി മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഡെഫിനറ്റ്ലി എനിക്ക് എന്നുള്ളല്ല എല്ലാവർക്കും വേണ്ടിയിട്ടൊരു നീതി എനിക്ക് ഉറപ്പ് തരാൻ വേണ്ടി സാധിക്കും. പ്രതികൾക്ക് ശിക്ഷയും കിട്ടും, ഇരകൾക്ക് അവിടെ നീതിയും കിട്ടും. ഇനി ഇരകൾ സൃഷ്ടിക്കപ്പെടാതിരിക്കട്ടെ, പ്രതികൾ ഉടലെടുക്കാതിരിക്കട്ടെ. സത്യമേവ ജയതേ. താങ്ക് യു സോ മച്ച്.